ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് തവണ ഇതുവഴി പോയെങ്കിലും ഇതുവരെ ഞാൻ കയറി കാണാത്ത നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പല്ലന കുമാരകോടിയിലെ കുമാരനാശാൻ്റെ സ്മാരകം. മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 പേരിൽ ഒരാൾ. 1924 ജനുവരി 16 രാത്രി 10:30 കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നെടുത്ത റെഡീമർ ബോട്ടിലായിരുന്നു കുമാരനാശാൻ സഞ്ചരിച്ചിരുന്നത്. വെളുപ്പിന് 3 മണിക്ക് പല്ലനയിലെ അപകടം പിടിച്ച് വളവ് വന്ന വേഗത്തിൽ തിരിയുമ്പോഴാണ് അപകടം സംഭവിച്ചത്. 10 അടി ആഴമുള്ള ആറ്റിൽ നിന്നും കുമാരനാശാൻ്റെ മൃതദേഹം പിറ്റേന്നാണ് കണ്ടെടുത്തത്. മൃതദേഹം ആലപ്പുഴയിലും കൊല്ലത്തും തോന്നിക്കലുമൊക്കെ കൊണ്ടുപോകാൻ ഒരുങ്ങിയെങ്കിലും പല്ലന നിവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ തന്നെ കല്ലറ കെട്ടി അടക്കുകയായിരുന്നു. തുടർന്ന് 2019 സ്മാരകം പുനർനിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കാവ്യങ്ങളായ കരുണ, ദുരവസ്ഥ, ഖണ്ഡകാവ്യം, ചണ്ഡാല ഭിക്ഷുകി, ചിന്താവിഷ്ടയായ സീത, നളിനി എന്നിവയുടെ ശില്പാവിഷ്കാരങ്ങളും സ്മാരകത്തിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 51 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. കുമാരന് കോടി പൊതിപ്പിച്ച സ്ഥലമായതുകൊണ്ട് ഇവിടം കുമാരകോടി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പണ്ട് പഠിച്ചതിൽ ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന കുമാരനാശാൻ്റെ വരികൾ: ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർത്തണ്ണീരുദാസു നീ, ഓമലേ തരൂ തെല്ലല്ലതു കേട്ടു, രാമനോഹരി അമ്പരന്നൂതിനാൽ. ഇപ്പോഴും ഞാൻ മറക്കാത്ത 4 വരികളാണ് ചണ്ഡാല ഭിക്ഷുകയിലെ. അങ്ങനെ നമ്മൾ കുമാരനാശാൻ്റെ സ്മാരകമൊക്കെ കണ്ടു. ഇതിൻ്റെ വെളിയിലത്തെ കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രശസ്തമായി പല്ലനയാറാണ് കാണുന്നത്. കുമാരനാശാൻ്റെ സ്മാരകം കാണാനും വൈകുന്നേരങ്ങൾ ഇവിടെ ചെലവഴിക്കാനും ഒത്തിരി ആളുകൾ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള കുമാരകോടിയിലെ വിശേഷം. എൻ്റെ പാട്ട് കേട്ട് ആരും ഓടിപ്പോരുതേ, നമുക്കൊരു പായസം വെക്കാനുണ്ട്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഷെഫ് വേറെ ആരുമല്ല, ചേട്ടനാണെന്ന് ഈസ്റ്റേണിൻ്റെ പായസം മിക്സ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പായസം ഉണ്ടാക്കി തരുന്നത്. ഇത് ഓണം കഴിഞ്ഞുള്ള അടുത്തൊരു ദിവസമായിരുന്നു, പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. ഞങ്ങൾക്ക് പൊതുവെ വെള്ള പായസങ്ങളോടാണ് താല്പര്യം. അങ്ങനെ ചേട്ടൻ്റെ മ്യാരകമായ പായസം കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ കൈലാസ ചേട്ടൻ്റെ വീഡിയോ പിടുത്തു. ചേട്ടന് പണ്ട് മുതലേ പായസമൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള 4ാമത്തെ ഓണമാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന അമ്മയാണ്. അമ്മയുടെ ഒരു കുറവ് ഇവിടെ എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇട്ട വ്ലോഗിൽ ചേച്ചിയുടെ വീട്ടിലെ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിറ്റയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തൃക്കുന്നപ്പുഴ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഓണം കൂടി കഴിയുമ്പം ഈ വർഷത്തെ നമ്മുടെ ഓണപ്പരിപാടികളൊക്കെ ഏകദേശം കഴിയും. നെക്സ്റ്റ് ഇയർ ഹോപ്പ്ഫുള്ളി നമുക്ക് എല്ലാവരും ഫാമിലിയിലെ എല്ലാവരും വെച്ചിട്ട് ഭയങ്കര ഒരു ഓണാഘോഷമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓണപ്പരിപാടികളും തിരുവാതിരയും സദ്യയും അതും ഇതും ഒക്കെ ആയിട്ട് വലിയൊരു ഓണപ്പരിപാടി. സത്യം പറഞ്ഞാൽ കോളേജ് പീരീഡിലൊക്കെ ആയിരുന്നു നന്നായിട്ട് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ വീട്ടിൽ 3 പേരോ 4 പേരോ ഒക്കെ ചേർന്ന് ഓണം ആഘോഷിക്കും. സ്ഥിരം ഒരു ദിവസം പോലെ ഫീൽ ചെയ്യാറുള്ളൂ. അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് ഓണം ആഘോഷിക്കണം. ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഓണം ആഘോഷിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് അതൊക്കെ കാണുമ്പം നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. ഓൾറെഡി നമ്മളൊരു ചെറിയ സദ്യയ്ക്ക് വേണ്ട എല്ലാ കറികളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പായസം എന്തായാലും ചേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവർ രണ്ടുപേരുടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ നമ്മുടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. ഈസ്റ്ററിൻ്റെ പായസം മിക്സ് ഉണ്ടാക്കാൻ പല പല ഷെഫുകൾ മാറി മാറി വന്നു. അങ്ങനെ വായിച്ച് വായിച്ച് ചേട്ടൻ പായസത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ കാണാതെ പഠിച്ചു. സൈഡിൽ കൂടി നമ്മൾ കിട്ടിയ കിസ്മിസും മുന്തിരിങ്ങയൊക്കെ അടിച്ച് മാറ്റുന്നുമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പം അടുത്ത് നിന്ന് കിസ്മിസും കാഷ്നട്ടൊക്കെ അടിച്ച് മാറ്റാറുണ്ടല്ലേ. അങ്ങനെ പായസം ഉണ്ടാക്കി സദ്യ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ വർഷത്തെ ഒരു കുഞ്ഞോണം. ഈ വർഷത്തെ നമ്മുടെ മിസ്സിങ് ഫാക്ടർ അമ്മയായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വർഷത്തെ ഓണം അമ്മയുടെയൊക്കെ ഒപ്പം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.